ലാലിഗയിലെ വിശേഷമാണ്. ടീം റയൽ മാഡ്രിഡാണ്. ശനിയാഴ്ച വൈകി നടന്ന ലാലിഗയിലെ റയൽ മാഡ്രിഡ് വേഴ്സസ് ജിറോണ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. റയൽ മാഡ്രിഡ് വീണ്ടും സ്വന്തം തട്ടകത്തിൽ വെച്ചിട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. ഇത് പഴയ റയൽ മാഡ്രിഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പോയി കാണുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം റയൽ മാഡ്രിഡിൻ്റെ തട്ടകമായ സാന്റിയാഗോ ബെർണബ്യൂവിൽ ആര് വന്ന് കളിച്ചാലും അവർക്കെതിരെയുള്ള 90 മിനിറ്റ് വളരെ കൂടുതലാണെന്നും അതിലെങ്ങനെ പോയാലും റയൽ മാഡ്രിഡ് അത് ആ കളി ജയിക്കുമെന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അത് നടന്നിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ ഒരു സ്റ്റേഡിയം തന്നെയാണ് റയൽ മാഡ്രിഡിൻ്റെ സാന്റിയാഗോ ബെർണബ്യൂ. മാഞ്ചസ്റ്റർ സിറ്റിയോട് ചോദിച്ചാൽ മതി, അവർക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞോളൂ, അവർക്കറിയാത്. പക്ഷെ അത് പണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. ജിറോണയായിട്ട് പോലും ഒരു ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ടീം ആരോട് ജയിക്കും? 1-1 സമനിലയാണ്. 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 6 പോയിന്റോ 7 പോയിന്റോ ഡിഫറൻസിലാണ് ഇപ്പോൾ ഒന്നാമതുള്ള ബാഴ്സലോണയായിട്ട് നിൽക്കുന്നത്. ഇപ്പം അത് മിക്കവാറും അടുത്ത കളി ഒരു കളി അഡ്വാൻറ്റേജ് ഉള്ള ബാഴ്സലോണ അടുത്ത കളി ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 പോയിന്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ പിന്നെ ഏതാണ്ട് ടൈറ്റിൽ റേസ് ഏതാണ്ട് ഇതോടുകൂടി തീരുമാനമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ മോശം കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പടക്കോപ്പുകളും ഇറങ്ങിയിരുന്നു. വിനീഷ്യസ്, എംബാപ്പെ, പിന്നെ ബെല്ലിംഗ്ഹാം, കാമവിംഗ, എല്ലാ ടീംസ് ഇറങ്ങുന്നത്. പക്ഷേ അവർക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒന്നും സാധിക്കുന്നില്ല. സാധിച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ജിറോണ ആയിട്ടും ജയിച്ചേനെ. കഴിഞ്ഞ ആഴ്ച ബയേണായിട്ടുള്ള കളി നമ്മൾ കണ്ടതാണ്. അതും ബെർണബ്യൂവിലായിരുന്നു. 2-1 അതും തോറ്റു. ഒരു കംബാക്കിനൊക്കെ ശ്രമം നടത്തിയെങ്കിലും ജയിച്ചില്ല. 2-1 തോറ്റു. അപ്പം ഇതിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ടീമിനെ വെച്ചിട്ട് ബെർണബ്യൂവിൽ പോലും ഒരു കളി ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് റയൽ മാഡ്രിഡിനുള്ളത്. ചരിത്രം പലതും പറയാനുണ്ട്. ഞാൻ വെച്ചിരിക്കുന്ന തൊപ്പി കണ്ടില്ലേ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ചരിത്രം കുറേയുള്ള ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കുറച്ച് വർഷങ്ങളായിട്ടുള്ള പ്രകടനം എല്ലാവർക്കും അറിയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാനും ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഈ സീസണിൽ അവർ കുറച്ച് ബെറ്റർ കളി കളിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ ടോപ്പ് എന്നല്ല. അപ്പോൾ ചിന്തിക്കേണ്ടത് റയൽ മാഡ്രിഡ് പണ്ട് പല കംബാക്കും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇപ്പോഴത്തെ ടീം അതിനൊക്കുന്ന ടീമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അതിന് ഉദാഹരണമാണ് ഇന്നത്തെ ജിറോണയായിട്ടുള്ള സമനില. അപ്പോൾ അടുത്ത കളി ബാഴ്സലോണ ജയിക്കുകയാണെങ്കിൽ 9 പോയിന്റ് ഡിഫറൻസ് വരും. അപ്പോൾ ടൈറ്റിൽ റേസ് എന്തായാലും ഏതാണ്ട് അതോടുകൂടി തീരുമാനമാവും. ശ്രദ്ധിക്കുക, കുറേ കാര്യം ക്ലിയർ ചെയ്യാണ്ടാവും. ഒരിക്കൽ കൂടി ഞാൻ എടുത്ത് പറയുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ടോണി ക്രൂസ് കൂടാതെ പിന്നെ ആ ക്രൊയേഷ്യയുടെ മിഡ്ഫീൽഡർ, ഈ 2 പേർ അവിടുന്ന് പോയി. ആ 2 പേർക്കും പോയ വിടവ് നികത്താൻ ആർക്കും പറ്റിയിട്ടില്ല. അവർ കൊടുക്കുന്ന പാസുകളും അവർ ടീമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും ഒന്നും ഇപ്പോഴത്തെ കളിക്കാർ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അത് കാരണം കൊണ്ട് പിന്നെ ഡിഫൻസ് പൊളിയാണ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോവാണ്. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊന്നും ശരിക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത ആഴ്ചയോട് കൂടി റയൽ മാഡ്രിഡ് ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താകും. അതിന് സംശയമൊന്നുമില്ല.